Hey everyone, this is Arun Matthew. Welcome back to my channel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് Canon റീസെന്റ് റിലീസ് ചെയ്ത ഒരു വെരി അട്രാക്റ്റീവ് വ്ളോഗിംഗ് ക്യാമറയാണ്. യെസ്, ഫോണാണെന്ന് വിചാരിച്ചോ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ Canon R50. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ക്യാമറ റിലീസ് ചെയ്തത്. ഇറ്റ്സ് വെരി കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ്, ഓൺലി 370 gram. ഈ ക്യാമറയുടെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സൈഡ് മൗണ്ട് ആണ്. വേർട്ടിക്കലി ഷൂട്ട് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ക്യാമറയുടെ വേറൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫ്രണ്ട് റെക്കോർഡിംഗ് ബട്ടണാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ടാലി ലൈറ്റ് ഓൺ ആണ്. വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ഇറക്കിയ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിൽ 4K UHD നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 6K ഓവർ സാമ്പിൾഡ് ആയതുകൊണ്ട് 30 FPS എടുക്കുന്ന വീഡിയോ വളരെ ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിരിക്കും. Silog 10-bit 422 കളർ സാമ്പിളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ 4K 60 ഫ്രെയിംസിൽ വരുമ്പോൾ ചെറിയൊരു ക്രോപ്പ് ഉണ്ടായിരിക്കും. ഈ ക്യാമറയിൽ നമുക്ക് ഫുൾ HD 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഫാസ്റ്റ് മോഷനും ഷൂട്ട് ചെയ്യാം. HDR-PQ ആൻഡ് HLG നമുക്ക് ഷൂട്ട് ചെയ്യാം. വ്ളോഗിംഗ് മാത്രമല്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലും മിടുക്കനാണിത്. 24.2 മെഗാപിക്സൽ APS സെൻസറാണ് ഈ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ഡുവൽ പിക്സൽ AF സിസ്റ്റം ഉള്ളതുകൊണ്ട് ഫ്രെയിം മുഴുവൻ കവർ ചെയ്ത് സബ്ജക്റ്റിനെ ഷാർപ്പായി പിടിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ ഓട്ടോ ഫോക്കസ് സിസ്റ്റം പീപ്പിൾ, ആനിമൽസ്, വെഹിക്കിൾസ് എന്നിവ ഡിറ്റക്ട് ചെയ്യുകയും ഐ, ഫേസ്, ഹെഡ് ആൻഡ് ബോഡി ട്രാക്ക് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. Canon ഇതിൽ RF മൗണ്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഫ്രെയിം RF ലെൻസും ക്രോപ്പ് ഫ്രെയിം RF-S ലെൻസും സപ്പോർട്ട് ചെയ്യും. ഇതൊരു വ്ളോഗിംഗ് ക്യാമറ ആയതുകൊണ്ട് തന്നെ വ്യൂ ഫൈൻഡർ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കൊരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ്. ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്. നമുക്ക് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ക്യാമറയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Canon R50V ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ ആയതുകൊണ്ട് ഇതിലൊരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു കോർഡിനേറ്റർ കൺട്രോൾ IS ഉണ്ട് ഇതിൽ. ചുരുക്കി പറഞ്ഞാൽ RF ലെൻസ് ഈ ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിലെ ഒപ്റ്റിക്കൽ IS ക്യാമറയായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ വ്ളോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള മൈക്ക്, ഹെഡ്ഫോൺ പോർട്സ്, USB-C പോർട്ട് ആൻഡ് വൈഫൈ എന്നുവേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ.